ജർമ്മൻ പാർലമെൻറ്റിൽ മനസ്സിലാക്കുക, ജർമ്മനിയിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ആ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഫെബ്രുവരി 23 അടുത്ത ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ കെയർടേക്കർ മന്ത്രിസഭയാണ് സ്കോൾസിൻ്റെ ചാൻസലറായിട്ടുള്ള ആ രാജ്യം ഭരിക്കുന്നത്. പക്ഷേ അവിടെ മുഖ്യ പ്രതിപക്ഷമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി CDU അവർ ഒരു ബില്ല് കൊണ്ടുവന്നു. പ്രതിപക്ഷമാണ് ബില്ല് കൊണ്ടുവന്നത്, ഭരണകക്ഷിയല്ല. ആ ബില്ല് AfDയുടെ 80ഓളം പേരുടെ പിന്തുണയോടുകൂടി ജർമ്മൻ പാർലമെൻറ്റിൽ പാസ്സായി. മനസ്സിലാക്കുക, ഇത് ചിലപ്പോൾ ജർമ്മനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്ന ബില്ല് ഭരണകക്ഷിക്കെതിരെ അത് ജർമ്മൻ പാർലമെൻറ്റിൽ മറ്റുള്ള കക്ഷികളെ ചേർത്ത് പാസ്സായി. എന്താണ് ബില്ല് പാസ്സായത്? അതായത് ജർമ്മനിയുടെ ബോർഡറിൽ മുഴുവനും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ്, ഒറ്റ ഒരാളെ ഇങ്ങോട്ട് കയറ്റിവിടുന്നില്ല. ഇതൊരു തുടക്കമാണ്. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞു, ജർമ്മനിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഫേസ് ഇപ്പോഴുണ്ടായിരുന്ന ഫേസ് പൂർണ്ണമായിട്ടും മാറാൻ പോവുകയാണ്. അവിടുത്തെ കോടതികൾ തുടങ്ങി, അവിടുത്തെ ജനങ്ങൾ തുടങ്ങി, അവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അവിടെ റാഡിക്കൽ ഇസ്ലാം, മറ്റുള്ള ഇസ്ലാം അവർക്കെതിരെ തന്നെ നടപടിയെടുത്ത് തുടങ്ങി. ഇതിനകത്ത്, ഈ ഡിബേറ്റിനകത്ത് റിപ്പോർട്ടിൽ പറയുന്നത്, ഈ സ്കോൾസ്, അത് ആ ഭരണകക്ഷിയായ പാർട്ടി പറയുന്നത് യൂറോപ്യൻ ലോയ്ക്കെതിരെയാണ് ഈ ബോർഡറെല്ലാം ക്രോസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അത് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിക്കും. അപ്പോൾ അതിനെയൊക്കെ എതിർത്ത് AfDയും ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടികളും ജർമ്മൻ പാർലമെൻറ്റിൽ ഇല്ലാത്ത വലിയ രീതിയിലുള്ള കോലാഹലം ഉണ്ടാക്കി. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ആ ഡിബേറ്റിൽ മുസ്ലിങ്ങളുടെ ജാതിയും അവരുടെ മതവിശ്വാസം അതിനെപ്പറ്റി കടന്നാക്രമിച്ചു. കാരണം ഇത് ലോകത്തിന് പറ്റിയ ഒരു റിലീജിയൻ അല്ല എന്ന് പോലും അവിടെ ഫാർ റൈറ്റ് പാർലമെൻറ്റിലാണ് പറയുന്നത്. ഒഫീഷ്യൽ റെക്കോർഡായിരിക്കും. അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടി ഒരേപോലെ പറയാൻ തുടങ്ങി. ഇവരെല്ലാം പറയുന്നത് ഇത് തുടക്കം മാത്രം, ഇവരെ പുറത്താക്കണം. ഈ വന്നിരിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് മാത്രമല്ല, അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ ശല്യം ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കുന്ന ബില്ലുകൾ കൊണ്ടുവരും. വാർണിങ്. അപ്പം അതിൻ്റെ പോസിബിൾ ചാൻസ് AfDക്കും ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സുമാണ് അവിടെ വരാനുള്ള സാധ്യത. ഇപ്പോൾ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് സെൻട്രിസ്റ്റ് പാർട്ടിയാണ്, അവർ റൈറ്റ് വിങ് അല്ല. മറ്റേ സ്കോൾസിൻ്റെ പാർട്ടി, ഗ്രീൻസ് പാർട്ടി എന്ന് പറയുന്നത് അതൊരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം പോലും അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയായി. ആരാണിത് വരുത്തി വെച്ചാണ് ചോദ്യം. അപ്പം അതിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട്, അവരധികാരത്തിൽ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള യൂറോപ്യൻ യൂണിയൻ്റെ പല ലോയും വീറ്റോ ചെയ്യും. അതായത് അവിടെ ഈ പറയുന്ന രാജ്യങ്ങളിലൊന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഫ്യൂജീസ് വരുവാണെങ്കിൽ ആ രാജ്യത്ത്, പല ഷെങ്കൻ രാജ്യത്ത് യൂറോപ്യൻ യൂണിയനിലും കയറ്റുന്ന രീതിയിലുള്ള ബില്ലുകൾ, അതായത് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടി ജർമ്മനി നടപടിയെടുക്കും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന്. എവിടുന്ന് അങ്ങോട്ട് പോയി പിക്ചർ? അതായത് അവിടെ മാത്രമല്ല, കാരണം യൂറോപ്യൻ യൂണിയൻ്റെ മെയിൻ കക്ഷിയാണ് ജർമ്മനി. ജർമ്മനി പറയുന്നത് അവിടെ മാത്രമല്ല, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ റെഫ്യൂജിയുമായിട്ട്, അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെങ്കിലും ഈ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരെ ബാൻ ചെയ്യണം. അതായത് കാരണം ഷെങ്കൻ രാജ്യത്ത് പലയിടത്തും വിസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജർമ്മനി കയറാം. അതില്ലാതാക്കാൻ വേണ്ടി, അങ്ങനെയാണെങ്കിൽ ഒരാൾ AfDക്കാരൻ പറയും, എന്തുകൊണ്ട് ജർമ്മനി ഷെങ്കൻ യൂണിയനിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറുന്നില്ല? അപ്പം യൂറോപ്യൻ യൂണിയൻ്റെ അകത്തും പുതിയ നിയമം വരാൻ പോവുകയാണ്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്മ്യൂണിറ്റിയെ ഒരു യൂറോപ്പിൻ്റെ ഷെങ്കൻ രാജ്യങ്ങളും കയറ്റാൻ പാടില്ല. അപ്പോൾ പല രാജ്യങ്ങൾക്കും മനസ്സിലാക്കുക, പല ഇസ്ലാമിക രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് UAE ആണെങ്കിലും ചില രാജ്യങ്ങൾക്കും ഈ ഷെങ്കൻ വിസ, അതായത് വിസ ഓൺ അറൈവലാണ് ഈ 2-3 ഇസ്ലാമിക രാജ്യങ്ങൾക്ക്, അതവർ ബാൻ ചെയ്യും. അതായത് അതിൽ നിന്ന് വരെ ഒഴിവാക്കും. ഇത് സംഭവം വളരെ സീരിയസ് ആയിട്ട് പോവുക. കാരണം വിസ ഓൺ അറൈവൽ, കാരണം ഇവരെ മറ്റുള്ള രാജ്യത്ത് വന്നു കഴിഞ്ഞിട്ട് ഷെങ്കൻ കൺട്രിയായ ജർമ്മനി കയറാൻ വേണ്ടി ഇവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിൽ ഷെങ്കൻ യൂണിയനിൽ നിന്ന്, അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്നും ജർമ്മനി പിന്മാറണം എന്നുള്ള
ടോക്സ് അവിടെ പാർലമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. സംഭവം സീരിയസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പല സുഡാപ്പികളും പറഞ്ഞ് ഞാൻ ചുമ്മാ വെറുതെ തള്ളുക. ഇപ്പം ജർമ്മൻ പാർലമെൻറ്റ് ഡിബേറ്റുകൾ എന്തൊക്കെയാണ് നടന്നത് മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുക. വെബ്സൈറ്റ് എടുത്ത് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും. പല വീഡിയോ റിപ്പോർട്ട് ചെയ്യുക. അതായത് ജർമ്മനി ശക്തമായ രീതിയിൽ പാഠം പഠിച്ചു. അവരാ പാഠം പഠിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളോടും പറയുകയാണ് നിങ്ങളും ബാൻ ചെയ്യണം, നിങ്ങൾ ഈ ക്രോസ് ചെയ്ത സംഭവം ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ ആ രാജ്യത്ത് കയറ്റാൻ പാടില്ല. അവിടെ കയറ്റുവാണെങ്കിൽ അവർ ഞങ്ങളുടെ രാജ്യത്തും വരും, അത് പ്രശ്നമാകും. അതുകൊണ്ട് നിങ്ങളും ഈ നിയമം പാസ്സാക്കണം. അത് പാസ്സാക്കിയില്ല എങ്കിൽ ഞങ്ങൾ യൂറോപ്യൻ യൂണിയൻ ഷെങ്കൻ ആ സംഭവത്തിൽ നിന്ന് വിട്ടുപോകും. ഇതാണ് അതിൻ്റെ പിക്ചർ. ഇതാണ് ജർമ്മൻ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡിബേറ്റ്. ഈ AfD വല്ലം അധികാരത്തിൽ വരുവാണെങ്കിൽ ഇതിൽ യൂറോപ്യൻ യൂണിയൻ വിട്ടുമാറി പോകും. കാരണം ഈ ഒരൊറ്റ ഇഷ്യൂവിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ എന്തോ ഉണ്ടാവും. യൂറോപ്യൻ യൂണിയൻ ഒരു കാരണവശാലും ജർമ്മനിയെ വിട്ട് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ വലിയ പൂജ്യമായിട്ട് മാറും. പിന്നെ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോഴെന്ത് ചെയ്യും? ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ ഇതേപോലെയുള്ള ബില്ല് പാസ്സാക്കും വെരി സൂൺ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിൽ. ഇതാണ് എവിടുന്ന് എങ്ങോട്ട് പോയി എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് ഞാൻ കേരളത്തിലെ പല മലയാളികളോടും എൻ്റെ മലയാളി സുഹൃത്തുക്കളോടും മുസ്ലിം സുഹൃത്തുക്കളോടും പറഞ്ഞത്, നിങ്ങൾ ഇതിനെ മാറ്റി നിർത്തുക. കാരണം ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഗ്ലോബലായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും പല രാജ്യങ്ങളും ക്രിസ്ത്യൻസ് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഇഷ്യൂ ആണ്. അവരിതിനെ ചെറുതായിട്ട് കാണത്തില്ല. അവിടെയൊക്കെ നടന്ന ആൻറ്റി സെമറ്റിക് റാലി, അവിടെ പല സിനഗോഗ് അടിച്ചു പൊളിക്കുന്നു, ജൂയിഷ് കമ്മ്യൂണിറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നതും ഈ രാജ്യങ്ങളുടെ മൾട്ടി പ്ലൂറൽ സൊസൈറ്റിക്കെതിരെയാണ്. ഈ രാജ്യം ഒരു കാരണവശാലും ഇത് വിട്ടു ഇത് നോക്കി നിൽക്കുകയില്ല, അവർ നടപടിയെടുക്കും. ഇതാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ സംഭവം ട്രംപാണ് ഇരിക്കുന്നത്. ഇപ്പോൾ AfD അല്ലെങ്കിൽ ഇപ്പം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് വന്നാൽ പോലും പ്രശ്നമാണ്. അവരാണ് ഏറ്റവും ശക്തമായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നത്. ഇപ്പോൾ AfDയുടെ നിലപാട് എന്തുമായിരിക്കും? അപ്പോൾ ആ പാർലമെൻറ്റ് വെച്ച് പറയുന്നത് അവർക്ക് ഭൂരിപക്ഷം AfDയുമായിട്ട് ഒരുമിച്ച് അവർ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. കാരണം അവർക്ക് ജർമ്മനി അവിടെ യൂറോപ്പിൻ്റെ മുമ്പോട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പോക്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ അവർക്ക് ഇന്ന കമ്മ്യൂണിറ്റി ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ അവർക്കില്ല. പൂർണ്ണമായിട്ടും അതിനെ ബാൻ ചെയ്യാൻ, അത് കാർപ്പറ്റ് ബാൻ എന്ന് വേണേൽ പറയാം, അതിനും അവർ തയ്യാറാണ്. ഈ രീതിയിലുള്ള ഡിസ്കഷനൊക്കെ നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഒരു തേർഡ് വേൾഡ് കൺട്രിയാണ് ഇന്ത്യ. ഇന്ത്യയിൽ മറ്റുള്ളവർക്കും ഇപ്പം ജർമ്മനി പോകാൻ പറ്റാത്ത സ്ഥിതിയാകും. എവിടെയെങ്കിലും ഒരു മുസ്ലിം പേരോ മുസ്ലിം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ബാൻ ചെയ്തു കൂടകളെ. അതായത് ശരിക്കും അവിടെ ഹറാസ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഹമാസ് ആണെങ്കിൽ ഈ ടെറർ ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ തള്ളണം. തള്ളിയാൽ മാത്രമേ നാളെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇവിടെ നിന്നല്ല ലോകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ലൈഫ് സ്റ്റൈല്, ജീവിതം എല്ലാം ഇതിനെ കയറി ബാധിക്കും. കോടതികൾ വരെ നിങ്ങളെ ഞാൻ പറയൂ ഒരു വീഡിയോയിൽ, കോടതി വരെ ഈ ചാക്കിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റുള്ള കോടതികളും മറ്റുള്ള യൂറോപ്യൻ യൂണിയനെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതേ വിധി കൊണ്ടുവരും. ഇതോടുകൂടി ഈ വസ്ത്രം ഗ്ലോബലായിട്ട് ബാൻ ചെയ്തു പോകും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. 9/11 ശേഷം ഇത്രമാത്രം പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ അടുപ്പിച്ചടുപ്പിച്ച് യൂറോപ്യൻ യൂണിയനിലെ പ്രശ്നം, അതിൻ്റെ കൂടെ ഹമാസിൻ്റെ, ഹിസ്ബുള്ള, ഇറാൻ ഇതെല്ലാം കൂടെ കയറി വന്നപ്പം ഈ രാജ്യങ്ങൾക്കെല്ലാം പിടികിട്ടി ഇതിനെ ഒതുക്കിയേ മതിയാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.